ദിവ്യകാരുണ്യ സ്നേഹാനുഭവങ്ങൾ. ഏറെ സങ്കീർണമായ മഡഗാസ്കർ എന്ന ദേശത്ത് ക്രിസ്തുവിനായി സുവിശേഷ ശുശ്രൂഷ നിർവഹിക്കുന്ന ഫാദർ ജോൺസൺ തളിയത്ത് CMI ദിവ്യകാരുണ്യനാഥൻ കരം പിടിച്ചു നയിക്കുന്ന ജീവിതാനുഭവങ്ങൾ ജോൺസൺ അച്ഛൻ നമ്മോട് പങ്കുവയ്ക്കുന്നു. എല്ലാവർക്കും ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എൻ്റെ പേര് ജോൺസൺ തളിയത്ത്, CMI അച്ഛനാണ്. തൃശ്ശൂർ ദേവമാത പ്രവിശ്യയിൽപ്പെട്ട മഡഗാസ്കർ മിഷനിൽ ജോലി ചെയ്തു വരുന്നു. മഡഗാസ്കറിൽ ഞാൻ പോയിട്ട് ഇപ്പോൾ 27 വർഷമായി. മഡഗാസ്കർ വലിയൊരു രാജ്യമാണ്. ആഫ്രിക്കൻ കോണ്ടിനെൻറ്റിൻ്റെ തെക്കേ വശത്ത് കിഴക്ക് വശത്തായി കാണുന്ന ഒരു ഐലൻഡാണ് മഡഗാസ്കർ. മഡഗാസ്കർ വളരെ ഇൻറ്റീരിയർ ആണെന്ന് പറയാൻ പറ്റില്ല, കാരണം 23 രൂപതകൾ മഡഗാസ്കറിലുണ്ട്. പക്ഷേ ഞാൻ വർക്ക് ചെയ്യുന്ന മഡഗാസ്കറിലെ ആ രൂപത വളരെ ഇൻറ്റീരിയറാണ്. 300 കിലോമീറ്റർ നീളമുണ്ട്. വെള്ളവും വെളിച്ചവും പലപ്പോഴും ഇല്ലാത്ത സ്ഥലത്താണ്, കറണ്ടില്ലാത്ത സ്ഥലത്താണ്. പണ്ടൊക്കെ ഫോൺ സൗകര്യങ്ങളോ മറ്റ് വാട്സപ്പ് സൗകര്യങ്ങളോ ഒന്നും ഇല്ലായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ കുറച്ച് നാളായിട്ട് വാർത്താവിനിമയ രംഗത്ത് പുരോഗതിയുണ്ട്. പക്ഷേ വെളിച്ചത്തിൻ്റെ കാര്യത്തിൽ ഇപ്പോഴും വെള്ളത്തിൻ്റെ കാര്യത്തിലും പലപ്പോഴും ഞങ്ങൾ വളരെ ബുദ്ധിമുട്ടുന്നുണ്ട്. 5-6 വർഷമായി കേരളത്തിലേക്ക് വെക്കേഷന് വന്നിട്ട്, ആദ്യമായിട്ടാണ് കൊറോണയ്ക്ക് ശേഷം കേരളത്തിലേക്ക് വരുന്നത്. അതോടൊപ്പം തന്നെ ശാലോമിലൂടെ നിങ്ങളുമായിട്ട് പരിചയപ്പെടാനും പ്രാർത്ഥന യാചിക്കാനൊക്കെ അവസരം തന്നതിന് ഒത്തിരി ഈശോയോട് ഞാൻ നന്ദി പറയുന്നു. ഞാൻ ജനിച്ചത് ഇരിഞ്ഞാലക്കുടയാണ്, തൃശ്ശൂർ ഇരിഞ്ഞാലക്കുടയാണ്. പക്ഷേ ചെറുപ്പത്തിലെ തന്നെ മുരിയാട് എന്നൊരു ഗ്രാമത്തിലേക്ക് ഞങ്ങൾ താമസം മാറ്റി. അന്ന് മുരിയാട് പള്ളി ഉണ്ടായിരുന്നില്ല. അപ്പോൾ അടുത്തുള്ളൊരു പള്ളി പുല്ലൂർ കോവേന്റെയും പിന്നെ കല്ലേറ്റിങ്ങര പള്ളിയൊക്കെ ആയിരുന്നു. കുറേ നാളുകൾക്ക് ശേഷമാണ് മുരിയാട് ഒരു പള്ളി സ്ഥാപിക്കപ്പെട്ടത്. പക്ഷേ പള്ളി സ്ഥാപിക്കുക അന്ന് മുതൽ ഞങ്ങൾ ദിവസവും പള്ളിയിൽ പോകാറുണ്ടായിരുന്നു. പ്രത്യേകിച്ച് അപ്പനും അമ്മയും ഒരു ക്രൈസ്തവ പാരമ്പര്യത്തിൽ പശ്ചാത്തലത്തിൽ ജനിച്ചു വളർന്നവരാണ്. അപ്പൻ്റെ ജ്യേഷ്ഠൻ മോൺസിഞ്ഞോർ ജോസഫ് തളിയത്ത് ജബൽപൂർ ഡയസിസിൽ വികാർ ജനറലായിരുന്നു. പിന്നെ അമ്മയുടെ അനിയത്തിയും കന്യാസ്ത്രീ ആയിരുന്നു. മാത്രമല്ല അവരുടെ പല റിലേറ്റീവ്സും റിലീജിയസ് ലൈഫിലുണ്ട്. അപ്പോൾ ഒരു ക്രിസ്ത്യൻ പാരമ്പര്യമുള്ളതുകൊണ്ട് പള്ളി അടുത്തുണ്ടായിരുന്നില്ലെങ്കിലും ഞങ്ങൾ ദിവസവും കുടുംബ പ്രാർത്ഥനയ്ക്കും അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ വളരെ പ്രാധാന്യം നൽകിയിരുന്നു. പള്ളി വന്നതിന് ശേഷവും ആദ്യമൊക്കെ ദിവസവും കുർബാന ഉണ്ടായിരുന്നില്ല. പക്ഷേ ഒരു ദിവസവും കുർബാന മുടങ്ങാനായിട്ട് എൻ്റെ അമ്മയോ അപ്പനോ സമ്മതിക്കാറുണ്ടായിരുന്നില്ല. ഞങ്ങൾ 4 മക്കളാണ്. മൂത്ത ജ്യേഷ്ഠൻ മാരീഡാണ്, പിന്നത്തെ ചേച്ചി മാരീഡാണ്. പിന്നത്തെ മൂന്നാമത്തെ ആൾ എൻ്റെ ചേച്ചി കന്യാസ്ത്രീയാണ്. FCC സഭയിൽപ്പെട്ട് നോർത്ത് ഇന്ത്യൻ മിഷനിൽ ജോലി ചെയ്യുന്നു. ഞാനാണ് ഇളയതും അവസാനത്തേതും. പള്ളിയിലേക്ക് പോകുമ്പോൾ ദിവസവും രാവിലെ 1 കിലോമീറ്റർ നടക്കണം മിനിമം പള്ളിയിലെത്താനായിട്ട്. സ്കൂളിൽ പോകുമ്പോഴും കോളേജിൽ പോകുമ്പോഴായാലെല്ലാം അമ്മയുടെ കൂടെ ദിവസവും പള്ളി പോകുന്നത് ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. അത് ഞങ്ങൾക്ക് വലിയൊരു സന്തോഷത്തിന് കാരണമായിരുന്നു. പലപ്പോഴും അമ്മ വിളിച്ചിട്ടാണ് പലപ്പോഴും രാവിലെ എഴുന്നേൽക്കാറ്. പക്ഷേ ദിവസവും പള്ളിയിലെ സമയത്തിന് എത്താൻ ഞങ്ങൾ ശ്രദ്ധിക്കാറുണ്ടായിരുന്നു. അതുപോലെ തന്നെ വൈകിട്ടത്തെ കുടുംബ പ്രാർത്ഥനയ്ക്കും. എനിക്ക് തോന്നുന്നു മാതാപിതാക്കളിൽ നിന്ന് കിട്ടിയ ആ പ്രോത്സാഹനമാണ് ഇന്ന് വൈദികനായിരിക്കാനുള്ള എൻ്റെ ഒരു വലിയൊരു പ്രചോദനം. മുരിയാട് പള്ളിയിൽ പ്രാർത്ഥിച്ച് തുടങ്ങുന്ന സമയത്ത് ഞാൻ മുരിയാട് സ്കൂളിലും പോയി തുടങ്ങി. വായിക്കാൻ അറിഞ്ഞത് മുഴുവൻ ഞങ്ങളുടെ വീട്ടിൽ ഒരു ചെറിയ ബൈബിൾ ഉണ്ടായിരുന്നു. അന്ന് പുതിയ നിയമം മാത്രമാണ് എൻ്റെ വീട്ടിലുണ്ടായിരുന്നത്. എങ്കിലും വായിക്കാൻ ഞാൻ വളരെ താല്പര്യം കാണിച്ച ഒരു സുവിശേഷ ഭാഗമാണ് യോഹന്നാൻ്റെ സുവിശേഷം. 19-ാമത്തെ അധ്യായം വായിച്ച് ഞാൻ പലപ്പോഴും കരഞ്ഞിട്ടുണ്ട്. നമുക്കറിയാം ഈശോ പത്രോസ്ലീഹയോട് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, ശിമയോനെ നീ എന്നെ സ്നേഹിക്കുന്നുവോ? അപ്പോൾ ശിമയോൻ പത്രോസ് 3 പ്രാവശ്യം മറുപടി പറയുന്നുണ്ട്, കർത്താവെ ഞാൻ അങ്ങേ സ്നേഹിക്കുന്നുണ്ടല്ലോ. പക്ഷേ ഓരോ പ്രാവശ്യവും കർത്താവിനോട് നീ എന്നെ സ്നേഹിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ പത്രോസ്ലീഹയോട് ഈശോ പറയുകയാണ്, നീ എൻ്റെ കുഞ്ഞാടുകളെ മേയ്ക്കുക. അന്ന് തൊട്ട് എനിക്ക് തോന്നിയിരുന്നു ഈശോയോട് പ്രത്യേകമായൊരു അടുപ്പം. അന്ന് എനിക്ക് എന്തുമാത്രം കർത്താവിൻ്റെ സ്നേഹത്തിൻ്റെ ആഴത്തിനെ കുറിച്ച് മനസ്സിലാക്കാൻ സാധിച്ചൊന്നും എനിക്കറിയില്ല. പക്ഷപ്പോഴും ഞാൻ കരഞ്ഞിട്ടുണ്ട്. കണ്ണിൽ നിന്ന് വെള്ളം വരാറുണ്ട് ആ ഭാഗമൊക്കെ വായിക്കുമ്പോൾ. കാരണം കർത്താവിനോട് പത്രോസ് പറഞ്ഞതുപോലെ എനിക്കും പറയാൻ കഴിയണം എന്നുള്ളൊരു യാചന കൂടി എൻ്റെ കണ്ണീരിലുണ്ടായിരുന്നു എന്നാണ് എനിക്ക് തോന്നാറ്. പള്ളിയിലെ ദിവസം കുർബാന വന്ന സമയത്തൊക്കെ ഞങ്ങൾ എപ്പോഴും പള്ളിയിൽ കുർബാനയ്ക്ക് കൂടാനും എനിക്കൊരു അവസരം കിട്ടി. അപ്പോൾ കുർബാനയ്ക്ക് കൂടാൻ പോകുന്നതിന് മുമ്പ് നമുക്ക് കുർബാന സ്വീകരിക്കണം. പക്ഷേ ഞങ്ങളുടെ പള്ളിയിൽ കാറ്റഗിസം പഠനം കുറേശ്ശെയായിട്ടുണ്ടെങ്കിലും കൂദാശകളൊന്നും സ്വീകരിക്കാൻ യാതൊരു നിവൃത്തിയും ഉണ്ടായിരുന്നില്ല. അപ്പോൾ കല്ലേറ്റിങ്ങര പള്ളിയിൽ 5 കിലോമീറ്റർ നടന്നു പോയിട്ടാണ് ആദ്യ കുർബാന സ്വീകരണത്തിനൊക്കെ ഞങ്ങൾ ഒരുങ്ങിയിരുന്നത്. അന്ന് ഞാൻ ഓർക്കുന്നുണ്ട്, എൻ്റെ ദേഹത്തൊക്കെ കൈയുടെ പുറത്തൊക്കെ ചൂട് കൊണ്ടിട്ട് വെയിൽ കൊണ്ടിട്ട് കരുവാളിച്ച് തൊലിയൊക്കെ പൊളിഞ്ഞു തുടങ്ങിയത്.
അങ്ങനെ ഒരു മാസം നടന്നതിന് ശേഷമാണ് ഈശോയെ സ്വീകരിക്കാനുള്ള ഒരു ദിവസത്തിലേക്ക് ഞാൻ നടന്നെടുത്തത്. എനിക്ക് തോന്നുന്നു ആ ശാരീരികമായ സങ്കടങ്ങളെല്ലാം ഈശോയെ സ്വീകരിക്കാനായിട്ട് ഒരു പക്ഷേ ഞങ്ങളെ ഒരുക്കിയതായിരിക്കാം. ഞാൻ മാത്രമല്ല, എൻ്റെ കന്യാസ്ത്രീയായ പെങ്ങളും ഞങ്ങളും ഒരുമിച്ചാണ് അന്ന് ആദ്യ കുർബാന സ്വീകരിച്ചത്. അതൊരു വലിയൊരു സന്തോഷത്തിൻ്റെ ദിവസമായിരുന്നു. മാത്രമല്ല, ആ കുർബാനയ്ക്ക് സ്വീകരണത്തിന് ഞങ്ങളെ സഹായിച്ചത് എൻ്റെ അപ്പൻ്റെ ചേട്ടൻ തന്നെയായിരുന്നു. അദ്ദേഹം വന്ന് പ്രത്യേകമായൊരു കുർബാന മുരിയാട് പള്ളിയിൽ അർപ്പിച്ചു. അതിനുശേഷമാണ് ഞങ്ങൾക്ക് രണ്ടുപേർക്കും ആദ്യമായിട്ട് ഈശോയെ സ്വീകരിക്കാനുള്ള സൗഭാഗ്യം ഉണ്ടായത്. കുർബാന സ്വീകരണത്തിന് ശേഷം പള്ളിയിൽ ഓൾട്ടർ ബോയ്സിൽ ഞാൻ ചേർന്നു. എനിക്ക് തോന്നുന്നു പള്ളിയുടെ ആൾക്കാരോട് എപ്പോഴും ചേർന്ന് നിൽക്കുമ്പോൾ ഒരു പ്രത്യേക ശക്തിയാണ് നമുക്ക്. അന്ന് അതിൻ്റെ ആഴത്തെക്കുറിച്ച് അറിഞ്ഞില്ലെങ്കിലും ഇപ്പോഴും ഞാൻ ചിന്തിക്കുന്നു, ആ ഈശോയോട് എപ്പോഴും അടുത്ത് നിൽക്കുമ്പോഴത്തൊരു സന്തോഷം ഞങ്ങൾക്ക് മാത്രമല്ല ഞങ്ങളുടെ മാതാപിതാക്കൾക്കും കിട്ടിയിരുന്നു. ഞങ്ങളൊക്കെ ആൾത്താരയിൽ കയറിയിരുന്ന് കുർബാന പങ്കുകൊള്ളുന്നതും കുർബാന സ്വീകരിക്കുന്നതും. എനിക്ക് തോന്നുന്ന എല്ലാ മാതാപിതാക്കളുടെയും ആഗ്രഹം അതായിരിക്കും, ഞങ്ങളും അതോടൊപ്പം തന്നെ അതിൽ കൂടെ നമ്മുടെ മക്കളെല്ലാം കർത്താവിനോട് അടുക്കണമെന്ന്. ഞങ്ങൾക്കത് ഒത്തിരി സൗഭാഗ്യം കിട്ടിയ സമയമായിരുന്നു ആ ദിവസങ്ങളിലെല്ലാം. കുർബാനയ്ക്ക് കൂടുമ്പോൾ പലപ്പോഴും മറ്റുള്ളവരൊക്കെ അകലെ നിന്ന് വന്ന് കുർബാനയ്ക്ക് വരുന്നു. പക്ഷേ ഞങ്ങൾ എന്നും 1 കിലോമീറ്റർ നടന്നു പോകണം. അപ്പോൾ തുടങ്ങി എൻ്റെ ഉള്ളിലൊരു ആഗ്രഹം ഉണ്ടായിരുന്നു, എന്തിനാ ഇത്ര വഴി നടന്നു പോകണേ, പള്ളിയിൽ തന്നെ താമസിക്കണം. അതായിരുന്നു എൻ്റെ ആഗ്രഹം. അതായിരിക്കും ഒരു പക്ഷേ എനിക്ക് തോന്നുന്നു എൻ്റെ ദൈവവിളിയുടെ ആരംഭം. ഈശോ പത്രോസിനോട് ചോദിച്ച ആ ചോദ്യവും അതോടൊപ്പം തന്നെ പള്ളിയിൽ എപ്പോഴും ആയിരിക്കാനുള്ള ഒരു ആഗ്രഹവും. പിന്നീട് അല്പം കൂടി കഴിഞ്ഞ് ബൈബിളിനെ കുറിച്ചൊക്കെ വായിച്ചു തുടങ്ങിയപ്പോൾ എനിക്ക് തോന്നി, കർത്താവിൻ്റെ തിരുമുറ്റത്ത് വസിക്കുന്നത് എത്രയോ ഭാഗ്യകരം, എത്രയോ സൗഭാഗ്യകരം. എനിക്ക് തോന്നുന്നു ഞങ്ങളൊക്കെ ഇപ്പോൾ അന്ന് തുടങ്ങി ആ സൗഭാഗ്യം അനുഭവിക്കുന്നവരാണ്. അതിന് ഞാൻ ഈശോയ്ക്ക് പ്രത്യേകം നന്ദി പറയുന്നു. കുർബാനയ്ക്ക് കൂടുമ്പോഴൊക്കെല്ലാം എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു, അച്ഛനാവും പോകണം. പക്ഷേ എന്തുകൊണ്ടോ 10ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ ഞാനതിന് ശ്രമിച്ചില്ല. എന്തുകൊണ്ടാണെന്ന് എനിക്ക് ഇന്നും ഒരു തരത്തിൽ പറഞ്ഞ അജ്ഞാതമാണ്. ഞാൻ സഭയിൽ ചേരാൻ ഇടപെട്ടത് കുറച്ച് കഴിഞ്ഞിട്ടാണ്. എൻ്റെ ലേറ്റ് വൊക്കേഷനാണ്. 23 വയസ്സ് ആയതിന് ശേഷമാണ് ഞാൻ സഭയിൽ ചേരുന്നത്. ഞാൻ കോളേജിൽ പഠിച്ചത് ക്രൈസ്റ്റ് കോളേജിലാണ്, ഡിഗ്രിക്ക് പഠിച്ചത്, BA പഠിച്ചത്. അതിനുശേഷം കുറച്ച് നാളും കൂടി പാരലൽ കോളേജിലൊക്കെ പോയി MA വേണ്ടി ശ്രമിച്ചിരുന്നു. പക്ഷേ ആ കാലഘട്ടത്തിൽ എൻ്റെ ഉള്ളിലൊരു തിരിയുണ്ടായിരുന്നു, ഈശോയുടെ നിന്ന് പിരിയാതിരിക്കാനും ഈശോയുടെ കൂടെ എപ്പോഴും ആയിരിക്കാനും. പക്ഷേ എന്തൊക്കെ സാഹചര്യങ്ങളിലൂടെ ഞാൻ അത്രയും നാൾ അച്ഛനാവാൻ പോയില്ല എന്നുള്ളൊരു സത്യമാണ്. ഞാൻ അച്ഛനാവാൻ പോകുന്നതിന് മുമ്പ് ഞങ്ങളുടെ നടത്തി വികാരിയായിട്ട് വന്ന തോമസ് സെർജിൽ അച്ഛനോട് ഞാൻ പറഞ്ഞു, അച്ഛാ എനിക്ക് അച്ഛനാവാൻ പോകാനായിട്ട് ആഗ്രഹമുണ്ട്. അപ്പോൾ അച്ഛനാണ് എന്നോട് പറഞ്ഞത്, നിനക്ക് അച്ഛനാവണമെങ്കിൽ പല പ്രയോറിറ്റികളും അല്ലെങ്കിൽ പല പോസിബിലിറ്റികളും ഉണ്ട്. നിനക്ക് വികാരി അച്ഛൻ മാത്രമാണെങ്കിൽ ഇരിങ്ങാലക്കുട രൂപതയിൽ ചേരാം. അത് വിട്ട് നിനക്ക് അതിൽ വിട്ട് ഏതെങ്കിലും മിഷനിൽ പോകണമെന്നോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രീതിയിൽ ഫീൽഡിൽ വർക്ക് ചെയ്യണമെന്നോ ആഗ്രഹമുണ്ടെങ്കിൽ നീ ഒരു സന്യാസ സഭയിൽ ചേർന്നാൽ അതായിരിക്കും കൂടുതൽ നല്ലത്. മാത്രമല്ല CMI സഭ നിന്നെ സ്വീകരിക്കാനുള്ള കാര്യത്തിൽ വളരെ ഉത്സുകരാണ്. അങ്ങനെയാണ് ഞാൻ ഔചാരികമായിട്ട് 23ാമത്തെ വയസ്സിൽ ഞാൻ CMI സഭയിൽ ചേരാനായിട്ട് ഇടവന്നത്. കരുണതൻ കയർ പിടിച്ച് നയിച്ചിടും സ്നേഹമേ, കരുണതൻ കയർ പിടിച്ച് നയിച്ചിടും സ്നേഹമേ, ദിവ്യകാരുണ്യ സ്നേഹമേ, പരിശുദ്ധ സ്നേഹമേ, ദിവ്യകാരുണ്യ സ്നേഹമേ, പരിശുദ്ധ സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ. ഞാൻ CMI സഭയിൽ ചേർന്നത് 1986 ആ വർഷമാണ് മാർപ്പാപ്പ നമ്മുടെ കേരളം സന്ദർശിച്ചത്. CMI സഭയിൽ ചേർന്നതിന് ശേഷം ഫിലോസഫിക്ക് ബാംഗ്ലൂർ പഠിക്കുമ്പോൾ ഞങ്ങളുടെ സഭ ഒരു തീരുമാനമെടുത്തു, ആദ്യമായിട്ട് ചമ്മാച്ചന്മാരെ ഔട്ട് ഓഫ് ഇന്ത്യയിലേക്ക് റീജൻസി അയക്കാമെന്ന്. തൃശ്ശൂർ ദേവമാത പ്രൊവിൻസ് അതിന് മുൻകൈ എടുത്ത് ഞങ്ങളെ 2 പേരെ അതിനായി അനുവദിച്ചു. അപ്പോൾ അവരൊരു കണ്ടീഷൻ പറഞ്ഞത്, കെനിയയിലേക്ക് നിങ്ങൾ റീജൻസിക്ക് പോവുകയാണെങ്കിൽ 2 വർഷത്തേക്ക് റീജൻസിക്ക് സമ്മതിക്കണം. എന്ന് വെച്ചാൽ 1 വർഷം പട്ടം വൈകും. സാധാരണ നമ്മളെല്ലാവരും നമ്മുടെ വീട്ടുകാരും ആഗ്രഹിച്ചിരിക്കുന്നൊരു ദിവസമാണ് പട്ടത്തിൻ്റെ ദിവസം. അന്നാണ് ആദ്യ കുർബാന അർപ്പിക്കുന്നതും
ഈശോയെ കൈകൊണ്ട് തൊടുവാനൊക്കെ ഒരു ഭാഗ്യം ലഭിക്കുന്നൊരവസരം. ഞങ്ങൾ പ്രാർത്ഥിച്ച് ചിന്തിച്ചപ്പോൾ എനിക്ക് തോന്നി 2 വർഷത്തെ റീജൻസിക്ക് സമ്മതിക്കുന്നത് കൊണ്ട് ഒരു കോട്ടവും ദൈവം നമുക്ക് വരുത്തില്ല എന്ന് മാത്രമല്ല, ഈശോയ്ക്ക് വേണ്ടിയാണ് നമ്മൾ പോകുന്നതും ഈശോ തന്നെ നമുക്ക് പ്രതിഫലം നൽകുന്നതും. അങ്ങനെ ഞങ്ങൾ കെനിയയിൽ റീജൻസിക്ക് എത്തി. അപ്പോൾ കെനിയയിൽ റീജൻസിക്ക് എത്തിയപ്പോൾ അവിടുത്തെ സിറ്റുവേഷനിൽ സാധാരണ വില്ലേജുകളിലേക്ക് ഒക്കെ അച്ഛന്മാർ കുർബാനകൾക്ക് പോകാറുണ്ട്. ഒരു ഞായറാഴ്ച ഒരു അച്ഛൻ 3 പള്ളിയിലെങ്കിലും മിനിമം കുർബാനയ്ക്ക് പോകും. അങ്ങനെയാണ് അവിടുത്തെ ഒരു പരിതസ്ഥിതി. അപ്പോൾ ആദ്യമൊക്കെ അച്ഛന്മാരുടെ കൂടെ പോയെങ്കിലും പിന്നീട് അച്ഛന്മാർ തന്നെ പറഞ്ഞു, നിങ്ങൾക്ക് ചമ്മാച്ചന്മാർക്ക് പള്ളിയിലേക്ക് തന്നെ പോകാമല്ലോ, എന്തിനാണ് ഞങ്ങളുടെ കൂടെ വരുന്നത്? കാര്യം നമ്മൾ അച്ഛന്മാരായിട്ടില്ല, ഡീക്കന്മാർ പോലും ആയിട്ടില്ല. എങ്കിലും അവിടുത്തെ അച്ഛന്മാരുടെ പ്രോത്സാഹനത്തിൽ വില്ലേജുകളിലേക്ക് പോകാനായിട്ട് ഞങ്ങൾ തീരുമാനിച്ചു. ആദ്യമൊക്കെ ഭയം തോന്നി, കാരണം ഭാഷ അറിയില്ല, അവിടുത്തെ നാട്ടുകാരുടെ സംസ്കാരം വലിയ പരിചയമില്ല. അത്തരമൊരു അവസ്ഥയിൽ പള്ളിയിലേക്ക് അവരുടെ പ്രാർത്ഥന നയിക്കാനായിട്ട് പോകാമെന്ന് പറഞ്ഞാൽ അല്പം ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ അച്ഛൻ പറഞ്ഞു, നിങ്ങൾ തനിച്ചല്ല പോകുന്നത്, നിങ്ങളുടെ കൂടെ കർത്താവ് ഉണ്ടായിരിക്കും. എന്ന് വെച്ചാൽ ജനങ്ങൾക്ക് നൽകുവാനുള്ള കുർബാനയും കൊണ്ടാണ് നിങ്ങൾ എല്ലാ ദിവസവും പോകേണ്ടത്. അത് വലിയൊരു അനുഭവമായിരുന്നു. കാരണം ആദ്യമായിട്ടാണ് പള്ളിയിൽ നമ്മൾ കുർബാനയ്ക്ക് പോകുന്നതെന്ന് ആബിയിൽ വിശുദ്ധ കുർബാന സ്വീകരിക്കുന്നു. പക്ഷേ ഞങ്ങൾ അച്ഛന്മാരും അല്ല, ഡീക്കന്മാർ പോലും ആയിട്ടില്ല. പക്ഷേ അതിന് മുൻപായിട്ട് തന്നെ ഈശോയെ കൊണ്ട് മറ്റുള്ള വില്ലേജുകളിലേക്ക് അവർക്ക് നൽകുവാനായിട്ട് പോകാനായിട്ട് ഞങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ടു. എനിക്ക് തോന്നുന്നു ഈശോ തന്നെയാണ് നമ്മളെ തിരഞ്ഞെടുത്തത്. പക്ഷേ അച്ഛന്മാരുടെ സ്വരത്തിലൂടെ ഞങ്ങൾക്ക് ആ സൗഭാഗ്യം കൈവരുവാനായിട്ട് ഇടവന്നു. അന്ന് മുതൽ ഞങ്ങൾ എല്ലാ ദിവസവും ഞാൻ പോകുന്ന പള്ളിയിൽ ഞാൻ 3 പള്ളിയിൽ പോകും. അപ്പോൾ 3 പള്ളിയിലേക്കും ആവശ്യമായ കുർബാന നമ്മുടെ കൂടെ കൊണ്ടുപോകും. അപ്പോൾ എനിക്ക് തോന്നി, ഭാഷയില്ലാത്ത ഒരു സ്ഥലത്തേക്ക് നമ്മൾ കടന്നു ചെല്ലുമ്പോൾ നമ്മൾ എന്തിനാ ഭയപ്പെടണേ? ഭാഷകളുടെ നാഥൻ നമ്മുടെ കൂടെയുണ്ട്. എന്ന് മാത്രമല്ല, നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ ശക്തിയുള്ളവനാണ് നമ്മുടെ കൂടെ ഉള്ളതും നമ്മൾ കൊണ്ടുപോകുന്നതും. അപ്പോൾ കർത്താവിനെ കൊണ്ടുപോകുമ്പോൾ ഒരു പ്രത്യേക ധൈര്യമാണ്, നമ്മൾ ഒറ്റയ്ക്കല്ല. ജോഷയുടെ ഒരിക്കലും പഴയ നിയമത്തിൽ പറയുന്നുണ്ടല്ലോ, കർത്താവെ ഞങ്ങൾ ഒരിക്കലും ഒറ്റയ്ക്ക് അയക്കല്ല, അങ്ങ് ഞങ്ങളുടെ കൂടെ വരുന്നില്ലെങ്കിൽ ഞങ്ങളെ അയക്കരുതെന്ന്. എനിക്ക് തോന്നുന്നു അതേ ഒരു പ്രാർത്ഥന തന്നെയായിരുന്നു എനിക്കും. കർത്താവ് ഇല്ലാതെയാണ് ഞങ്ങളൊരു ഗ്രാമത്തിൽ പോകുന്നതെങ്കിൽ നമുക്ക് പല അനിശ്ചിതാവസ്ഥകളൊക്കെ നേരിടേണ്ടി വരും. പക്ഷേ കർത്താവിൻ്റെ കൂടെ പോകുമ്പോൾ എന്തെല്ലാം അനിശ്ചിതാവസ്ഥകളുണ്ടായാലും അതൊരു സംഭ്രാന്തിക്കോ അല്ലെങ്കിൽ ഒരു ആകുലതയ്ക്കോ കാരണമാകുന്നില്ല. അന്ന് മാത്രമല്ല, ഇന്ന് വരെ എനിക്കത് അനുഭവപ്പെട്ടൊരു കാര്യമാണ്. ഈശോ നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ, ഈശോയെ നമ്മൾ കൊണ്ടുപോകുമ്പോൾ പിന്നെ നമുക്ക് ഭയപ്പെടാനായിട്ട് യാതൊന്നുമില്ല. അങ്ങനെ 2 വർഷക്കാലം കെനിയയിൽ എല്ലാ ഞായറാഴ്ചയും ഇടദിവസം ചില ദിവസങ്ങളിലും ഈശോയെ വഹിക്കാനും ഞങ്ങളുടെ കൈകളിൽ കൊണ്ടുപോയി മറ്റുള്ളവർക്ക് നൽകാനൊക്കെ ഞങ്ങൾക്ക് ഈശോ അനുവദിച്ചു. അതൊരു വലിയ സൗഭാഗ്യവും അനുഗ്രഹമായിട്ട് ഞാൻ അതിനെ കാണുന്നു. സ്വർഗീയ ജീവൻ പകർന്നു നൽകാൻ, നിത്യമാം ജീവന്റെ മാർഗമാകാൻ, എന്നും ആരാധ്യനായി വാഴുമീശോ, ഈ തിരുവോസ്തിയിൽ വാസമായി ആരാധിക്കാം, പാട്ടുപാടാം, ആ തിരുനാമത്തെ പാടി വാഴ്ത്താം, ആനന്ദ കീർത്തനം പാടി നിത്യം ആരാധനാസ്തുതി സ്തോത്രമേകാം. എനിക്ക് പട്ടം ലഭിക്കുന്നത് 1996 ഡിസംബർ 27 എൻ്റെ സ്വർഗീയ മധ്യസ്ഥൻ്റെ തിരുനാളായ യോഹന്നാൻ്റെ തിരുനാൾ ദിവസമായിരുന്നു. അപ്പോഴെല്ലാം ഞാൻ ചിന്തിക്കാറുള്ളത് യോഹന്നാൻ്റെ സുവിശേഷത്തിൽ എഴുതിയ കർത്താവിൻ്റെ ചോദ്യമാണ്, നീ എന്നെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ നീ എൻ്റെ കുഞ്ഞാടുകളെ മേയ്ക്കുക. അങ്ങനെയാണ് ഞാൻ മഡഗാസ്കറിന് പോകാനായിട്ട് ഞങ്ങളുടെ പ്രൊവിൻഷ്യാൾസിനോട് ആഗ്രഹം പറഞ്ഞതും ആദ്യം അധികം സമ്മതിച്ചില്ലെങ്കിലും പിന്നീട് മഡഗാസ്കറിലേക്ക് പോകാനായിട്ട് എന്നെ അനുവദിച്ചതും. മഡഗാസ്കറിൽ ഞാൻ ചെന്നപ്പോൾ ഞങ്ങളുടെ അച്ഛന്മാർ അവിടെയുണ്ട്. പോൾ മോസസ് ചക്കാലക്കലച്ചനും ചീരൻ അച്ഛനും അവിടെ ഓൾറെഡി അവിടെ 2 പാരീഷുകളിൽ സേവനം ചെയ്യുന്നുണ്ട്. മഡഗാസ്കറിൻ്റെ പശ്ചാത്തലത്തിൽ ഒരു പള്ളിക്ക് അനേകം കൊച്ചു പള്ളികളുണ്ടായിരിക്കും. മഹാബു എന്ന ഞങ്ങളുടെ മെയിൻ സ്ഥലത്ത് ഏകദേശം 39ഓളം കൊച്ചു പള്ളികളുണ്ടായിരുന്നു. ആ കൊച്ചു പള്ളികളുടെ എല്ലാതും കല്ലിൽ തീർത്ത പള്ളികളൊന്നുമല്ല, പലതും മണ്ണിൽ തീർത്തതാണ്, ചിലത് കുടിൽ പോലെയുള്ളതാണ്, ചിലയിടത്ത് ഒരു പള്ളിയുമില്ല, പുളിഞ്ചോടിയിലാണ് നമ്മൾ കുർബാനയൊക്കെ അർപ്പിക്കുക. പക്ഷേ എനിക്ക് പലപ്പോഴും ഒരു ഫീലിംഗ് തോന്നിയത്, കർത്താവിന് വേണ്ടി നമ്മൾ കുർബാന അർപ്പിക്കുന്ന അവസരത്തിൽ അത് ഒരു വലിയ പള്ളിയിൽ എന്നതിനേക്കാൾ കൂടുതലായിട്ട് കർത്താവിൻ്റെ സാന്നിധ്യം കൂടുതൽ അനുഭവപ്പെടുന്നത് വില്ലേജിൽ കുർബാന അർപ്പിക്കുമ്പോഴാണ്.
കുറച്ച് പേരെ ആയിരിക്കും ചിലപ്പോൾ കുർബാന സ്വീകരിക്കാൻ ഉണ്ടാവുകയുള്ളത്. എങ്കിലും അവർക്ക് വേണ്ടി ഞങ്ങൾ വളരെ അകലെ നിന്ന് തന്നെ നടന്നു വരാൻ യാതൊരു ബുദ്ധിമുട്ടും എനിക്ക് തോന്നാറില്ല. കാരണം അത്രയും പേർക്ക് വിശുദ്ധ കുർബാന നൽകാനും അല്ലെങ്കിൽ കർത്താവിനെ കൊടുക്കാനും ഞങ്ങൾക്ക് സാധിക്കുന്നത് ഞങ്ങൾക്ക് വളരെ സന്തോഷകരമായൊരു അനുഭവമായിരുന്നു. അതുപോലെ തന്നെയാണ് വില്ലേജിലേക്ക് നടന്നു പോകുമ്പോൾ എനിക്കൊരു അനുഭവം തോന്നിയിട്ടുള്ളത്, കർത്താവ് നമ്മുടെ കൂടെ നടക്കുന്ന പോലെ അല്ലെങ്കിൽ കർത്താവിൻ്റെ കൂടെ നമ്മൾ നടന്നു പോകുന്നത് പോലെ എനിക്ക് പലപ്പോഴും തോന്നാറ്. വണ്ടിയിൽ പോകുമ്പോൾ അത്രയും ഒരു അനുഭവം തോന്നാറില്ല. വണ്ടിയിൽ പോകാവുന്ന പള്ളികളിൽ നടന്നു പോകുമ്പോഴാണ് ശിഷ്യന്മാരെ പോലെ കർത്താവിൻ്റെ കൂടെ കർത്താവിൻ്റെ കൈ പിടിച്ച് പോകുന്നൊരു അനുഭവം കിട്ടാറുള്ളത്. ഒരു ദിവസം ഞങ്ങളൊരു പള്ളിയിലേക്ക് പോകുമ്പോൾ ഒരു അമ്മാമ്മ റോഡ് സൈഡിൽ ഇരുന്ന് എന്നോട് പറഞ്ഞു, അച്ഛാ എനിക്ക് കുർബാന സ്വീകരിക്കണം. എനിക്കത് ആദ്യം കേട്ടപ്പോൾ ഭയങ്കര അത്ഭുതം തോന്നിയ. കാരണം നമ്മൾ കുർബാന അർപ്പിക്കുന്നൊരു സാഹചര്യത്തിലല്ല, ആ റോഡിൽ കൂടെ അങ്ങോട്ട് നടന്നു പോകുമ്പോഴാണ് അമ്മാമ്മയ്ക്കൊരു ആഗ്രഹം, അച്ഛൻ എനിക്ക് കുർബാന സ്വീകരിക്കണം. അപ്പോൾ ഞാൻ പറഞ്ഞ അമ്മാമ്മയോട്, അമ്മാമ്മേ ഇപ്പോൾ കുർബാന തരാനായിട്ട് എനിക്ക് നിവൃത്തിയില്ല, ഈശോയെ ഞാൻ വേറൊരു അവസരത്തിൽ തരാം. അങ്ങനെ പിന്നീട് പോയിട്ട് അവരുടെ പള്ളിയിൽ കുർബാന ചൊല്ലാൻ അവസരം കിട്ടിയപ്പോൾ ഞാൻ ഈശോയെ ആ അമ്മാമ്മയ്ക്ക് വീട്ടിൽ കൊടുത്തു, അവരെ കുമ്പസാരിപ്പിച്ച് അവർക്ക് കൊണ്ടുകൊടുത്തു. എന്തൊരു സന്തോഷമായിരുന്നു അമ്മാമ്മയ്ക്ക്. കാരണം അമ്മാമ്മ പണ്ട് പള്ളിയിൽ പോകണം ഈശോയെ കിട്ടാൻ, ഇപ്പോൾ അമ്മാമ്മയുടെ വീട്ടിൽ ഈശോ വന്ന് അമ്മാമ്മയ്ക്ക് അത് സ്വീകരിക്കാനായിട്ട് ഒരു അവസരം ഉണ്ടായി. ഇതുപോലെ തന്നെ വേറൊരു കുർബാനയുടെ ഒരു അനുഭവം എനിക്ക് കിട്ടിയത്, ഞങ്ങളുടെ ഒരു കാറ്റഗിസ്റ്റ് ഏകദേശം കുറേ അകലെയുള്ള ഒരു പള്ളിയിലെ കാറ്റഗിസ്റ്റ് അസുഖമായി കിടന്നു. അപ്പോൾ ഞാൻ അതിൻ്റെ അടുത്തുള്ള വേറൊരു പള്ളിയിൽ വില്ലേജിൽ വീട് വിസിറ്റിങ്ങും ഹൗസ് ബ്ലെസ്സിങ്ങും നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ കാറ്റഗിസ്റ്റിൻ്റെ മകൻ എന്നെ വിളിച്ച് പറഞ്ഞു, അച്ഛൻ തീർച്ചയായിട്ടും ഞങ്ങളുടെ വീട് വരെ വരണം, എൻ്റെ അപ്പൻ ഇതാ മരിക്കാറായി കിടക്കുന്നു, അദ്ദേഹത്തിന് കുർബാന സ്വീകരിക്കണം, അതുപോലെ തന്നെ അവസാനത്തെ കൂദാശയും സ്വീകരിക്കണം എന്ന് വലിയ ആഗ്രഹമുണ്ട്, അച്ഛനെ കാത്തിരിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് പെട്ടെന്ന് വരാനായിട്ട് നിവൃത്തിയില്ല. കാരണം അടുത്തൊരു വില്ലേജിൽ ഞാൻ കുടുംബ വിസിറ്റും അതുപോലെ തന്നെ കുർബാനയും ഉണ്ട്, ഫോണില്ലാത്തതുകൊണ്ട് അവരോട് വിളിച്ചു പറയാൻ സാധിക്കില്ല. പക്ഷേ നീ ഒരു കാര്യം ചെയ്യ്, ഞാൻ ആ വീട് വിസിറ്റ് നടത്തുന്ന പള്ളിയിലേക്ക് ആരെങ്കിലും അയക്കും, ഞാൻ അവരുടെ കൂടെ വരാം. അങ്ങനെ പിറ്റേ ദിവസം ഉച്ച തിരിഞ്ഞാണ് ഞാൻ അവരുടെ വീട്ടിലെത്തുന്നത്. ഞാൻ അവരുടെ വീട്ടിൽ ചെല്ലുമ്പോൾ കാറ്റഗിസ്റ്റ് ആകെ അവശനായി അവരുടെ ഒരു ചെറിയ മുറിയിൽ കിടക്കുകയാണ്. അപ്പോൾ ഞാൻ ചെന്ന ഉടനെ അവൻ അപ്പനെ വിളിച്ച് പറഞ്ഞു, അച്ഛൻ വന്നിട്ടുണ്ട്, കുർബാന കൊണ്ടുവന്നിട്ടുണ്ട്, അപ്പന് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി വന്നതാണ്. അദ്ദേഹം ഒന്ന് ഞെരങ്ങി മൂളി സമ്മതിച്ചു, അധികം ഓർമ്മയൊന്നുമില്ല. ഞാൻ അവിടെ ഇരുന്ന് അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു, കുർബാനയ്ക്ക് കൊടുത്തു, രോഗിലേപനവും കൊടുത്തു. ഞാൻ ഉടുപ്പ് മാറുന്നതിന് മുൻപായി തന്നെ ആ കാറ്റഗിസ്റ്റ് അദ്ദേഹത്തിൻ്റെ മകൻ്റെ മടിയിൽ കിടന്ന് മരിച്ചു. എനിക്കത് വലിയൊരു ഷോക്കായി പോലെ. കാരണം ഞാൻ വളരെ അകലെ നിന്ന് ഈ കുർബാന കൊണ്ടുവരുന്നത് കാത്തിരുന്ന പോലെയാണ് എനിക്കൊരു അനുഭവം ഉണ്ടായത് ആ കാറ്റഗിസ്റ്റ്. അപ്പോൾ എനിക്ക് തോന്നി അത് കർത്താവിൻ്റെ കുർബാനയുടെ ശക്തി തന്നെയാണ്. മഡഗാസ്കറിൽ പലപ്പോഴും വില്ലേജുകളിൽ പോകുമ്പോൾ നമ്മൾക്ക് എത്ര പേര് കുർബാന സ്വീകരിക്കുന്നതൊന്നും പലപ്പോഴും അറിയാറില്ല. അതുപോലെ തന്നെ പല പള്ളികളിലും മാറി മാറി കുർബാന ചെല്ലേണ്ടതുണ്ട്. അപ്പോൾ ചിലപ്പോഴൊക്കെ ഞങ്ങൾ വീട്ടിൽ നിന്ന് തന്നെ ചാപ്പലിൽ നിന്ന് തന്നെ കുർബാന കുസ്തോദിയയിലേക്ക് കൊണ്ടുപോകാറുണ്ട്. അപ്പോൾ എനിക്ക് അങ്ങനെ കൊണ്ടുപോകുമ്പോൾ കൂടുതലൊരു സന്തോഷമാണ്. കാരണം പണ്ട് മാതാവ് ഈശോയെ ഉള്ളിൽ വഹിച്ച് യൂദായിലേക്ക് പോയ പോലെ, അല്ലെങ്കിൽ ഈ ലൂർദിലൊക്കെ വലിയ അള്ളിക്ക് വെച്ച് പ്രദർശനം നടത്തുന്ന പോലെ അതിന് അതേ നാഥൻ തന്നെയാണല്ലോ ഞങ്ങളുടെ കൂടെ ഈ ഞങ്ങളുടെ സഞ്ചിക്കുള്ളിലിരുന്ന് വില്ലേജിലേക്ക് വരുന്നത്. പുറത്തുള്ള ആൾക്കാർ അറിഞ്ഞാൽ ഒരു പക്ഷേ പറയുമായിരിക്കും കർത്താവിന് വേണ്ടപ്പെട്ട ബഹുമാനം നമ്മൾ കൊടുക്കുന്നില്ല എന്ന്. പക്ഷേ ഞങ്ങൾക്ക് തോന്നുന്നു ഈശോയ്ക്കും വളരെ ഇഷ്ടമായിരിക്കും ഞങ്ങളുടെ കൂടെ അങ്ങനെ വരാനെന്ന്. അത് ജനങ്ങൾക്കും അത് വളരെ സന്തോഷകരമാണ്. ഇടയ്ക്കിടയ്ക്ക് കുർബാന കിട്ടും, അതുപോലെ തന്നെ കുർബാന സ്വീകരിക്കാനുള്ള അവസരങ്ങളുണ്ടാകും. മോറൽ തിയോളജിയൊക്കെ പഠിക്കുന്ന കാലത്ത് പല കാര്യങ്ങളും പഠിച്ചിട്ടുണ്ടെങ്കിലും എനിക്കുണ്ടായ മറ്റൊരു അനുഭവം മഡഗാസ്കറിൽ പലരും കുർബാന സ്വീകരിക്കാനായിട്ട് ഭയങ്കര ആഗ്രഹമാണ് അവർക്കൊക്കെ. പക്ഷേ അവർക്ക് സ്വീകരിക്കാൻ നിവൃത്തിയില്ല. കാരണം നമ്മുടെ സഭയ്ക്ക് ചില നിയമങ്ങളുണ്ട്. വിവാഹം എന്ന കൂദാശയിലൂടെ ബന്ധിക്കപ്പെടാതെ ഭാര്യ ഭർത്താക്കമായി ജീവിക്കുന്നവർക്ക് കുർബാന സ്വീകരിക്കാൻ നിവൃത്തിയില്ല. ഞാനത് അവരെ പറഞ്ഞ് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കും. അവർക്കറിയാം. പക്ഷേ വല്ലപ്പോഴൊക്കെ ആരുടെങ്കിലും പങ്കാളി മരിക്കുമ്പോൾ അപ്പോൾ അവർ ഓടി വന്ന് പറയും, അച്ഛാ എൻ്റെ ഭർത്താവ് മരിച്ചു, ഇനി ഞാൻ വേറൊരാളുടെ കൂടെ പോവില്ല കേട്ടോ, എനിക്ക് കുർബാന സ്വീകരിക്കണം. അതുപോലെ തന്നെ പുരുഷന്മാരും വന്ന് പറയും, അച്ഛാ എൻ്റെ ഭാര്യ മരിച്ചു, ഇനി ഞാൻ വേറൊരു വിവാഹം കഴിക്കുന്നില്ല, എനിക്ക് കുർബാന സ്വീകരിക്കണം. എത്ര നാളായി ഞാൻ കുർബാന സ്വീകരിച്ചിട്ട്, എൻ്റെ പരിതാപകരമായ അവസ്ഥയിൽ എനിക്ക് ഇത്ര നാളും കുർബാന സ്വീകരിക്കാനായിട്ട് കഴിഞ്ഞിരുന്നില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഞാൻ പറയും, നിങ്ങൾ ഒന്നുകൂടിയും വെയിറ്റ് ചെയ്യേ, എന്നിട്ട് ഒന്ന് കുമ്പസാരിക്കുക, നല്ല കുമ്പസാരം നടത്തുക. അത് കഴിഞ്ഞിട്ട് നമ്മൾക്ക് നിങ്ങൾ മറ്റുള്ളവരുടെ കൂടെ പെട്ടെന്ന് പോയില്ലെങ്കിൽ നമുക്ക് കുർബാന സ്വീകരിക്കാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം. അങ്ങനെ പലപ്പോഴും ഈസ്റ്ററും അല്ലെങ്കിൽ ക്രിസ്മസൊക്കെ വരുമ്പോഴേക്കും
കൂടുതൽ ജനങ്ങൾ ആ പഴയ ഓർമ്മയിൽ നിന്നും അവരുടെ കുർബാന ഭക്തിയൊക്കെ കൂടി കൊണ്ടുവന്ന് ഞങ്ങളോട് ഇങ്ങനെ അപേക്ഷ വയ്ക്കാറ്. അപ്പോൾ വളരെ സന്തോഷകരമായി ആ ഈശോയുടെ തിരുനാളിൻ്റെ അന്ന് തന്നെ അവർക്ക് വീണ്ടും ഒരു ആദ്യ കുർബാന കൊടുക്കുന്നത് പോലെ ഞങ്ങൾ അവർക്ക് കുർബാന നൽകാറുണ്ട്. അങ്ങനെ ഒത്തിരി സാഹചര്യങ്ങൾ മഡഗാസ്കറിൽ ഇപ്പോഴും ഉണ്ടെന്നുള്ളതാണ് സത്യം. അങ്ങനെ വരുമ്പോഴൊക്കെ എനിക്ക് പലപ്പോഴും ഭയങ്കര സന്തോഷം തോന്നണം. കാരണം ഞങ്ങളുടെ മഡഗാസ്കറിലെ ജീവിതത്തിന് ഒരു അർത്ഥമുള്ള പോലെ. കാരണം കർത്താവിന് ആവശ്യമില്ലെങ്കിലും ഞങ്ങളെ ഇങ്ങനെ അവിടെ പോയി ജോലിച്ചെന്ന്. അപ്പോൾ കർത്താവിനെ ആഗ്രഹിക്കുന്നവർ കുർബാന കാണണമെന്ന് പങ്കെടുക്കണമെന്ന് ആഗ്രഹിക്കുന്നത്, അതുപോലെ കുർബാന വേണമെന്ന് ആഗ്രഹിക്കുന്ന ഒത്തിരി ജനങ്ങളെ നമുക്ക് അവിടെ കാണാനായിട്ട് സാധിക്കും. ഇപ്പോൾ ഈ അടുത്തൊരു കാലത്ത് ഞാൻ മഹസുവ എന്നൊരു പള്ളി തുടങ്ങാനുള്ളൊരു പ്രധാന കാരണം, അവിടെ വലിയ ഒരു കാരണവർ ആ ഗ്രാമത്തിൽ വന്ന് താമസമാക്കി. ആ താമസമാക്കിയിട്ട് 33 വർഷം അദ്ദേഹം കാത്തിരുന്നു ആ ഗ്രാമത്തിൽ ഒരു പള്ളി തുടങ്ങാനായിട്ട്. അപ്പോൾ ഞാൻ ചെന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു, അച്ഛൻ ഞങ്ങൾക്കൊരു പള്ളി വേണം. അങ്ങനെ ഞങ്ങൾ സെൻറ്റ് തോമസിൻ്റെ പേരിൽ ഞങ്ങൾ അവിടെ ഒരു പള്ളി എന്ന് വെച്ചാലും മരത്തിൻ്റെ ചുവട്ടിൽ കുർബാന ആരംഭിച്ചു. പിന്നെ കുർബാനയ്ക്കിടയിൽ കുർബാന സ്വീകരണത്തിന് ആൾക്കാർ അധികമില്ലെങ്കിലും അവരുടെ വലിയൊരു ആഗ്രഹമായിരുന്നു കുർബാനയിൽ പങ്കെടുക്കണം, കർത്താവിൻ്റെ കൂടെ ആയിരിക്കണം എന്നുള്ളത്. അപ്പോൾ അതൊക്കെ ഞങ്ങൾക്കും വളരെ എൻറീച്ചിങ് ആണ്. എന്തിനു വേണ്ടി ഞങ്ങൾ മഡഗാസ്കറിൽ പോയി എന്ന് പലരും ചോദിക്കാറുണ്ട്. നിങ്ങളിതിന് അവിടെ പോകണം, ഇവിടെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാമല്ലോ. അപ്പോൾ എനിക്ക് തോന്നാറുണ്ട് ഇവിടെ ചെയ്യുന്നതിനേക്കാൾ എത്രയോ അധികമായി കർത്താവിന് നമ്മെ അവിടെ ആവശ്യമുണ്ട്. നമ്മളൊക്കെ ഒരു തരം കഴുതകളാണ്. ഓശാന ഞായറിൽ കർത്താവ് പറഞ്ഞു എനിക്ക് ഈ കഴുതയെ കൊണ്ട് ആവശ്യമുണ്ടെന്ന്. അതുപോലെ കർത്താവിന് നമ്മളാകുന്ന കഴുതയെ കൊണ്ട് പലതും ചെയ്യാനും അല്ലെങ്കിൽ കർത്താവിൻ്റെ ജോലികൾ സേവനങ്ങൾ മറ്റുള്ളവരിലേക്ക് എത്തിക്കാനായിട്ട് നമുക്ക് സാധിക്കും. അത് തന്നെയാണ് ഞങ്ങളുടെ സന്തോഷവും സൗഭാഗ്യമാണെന്ന് ഞങ്ങൾ അറിയുന്നു. ദിവ്യരഹസ്യങ്ങൾ കൂദാശ ചെയ്തിടും പൂജിത മാമ്പലി വേദീതിൽ ആഗതനാകുന്നു ജീവന്റെ അപ്പമായി ദൈവത്തിൻ നിത്യകുമാരനീശോ. ദിവ്യരഹസ്യങ്ങൾ കൂദാശ ചെയ്തിടും പൂജിത മാമ്പലി വേദീതിൽ ആഗതനാകുന്നു ജീവന്റെ അപ്പമായി ദൈവത്തിൻ നിത്യകുമാരനീശോ. മഡഗാസ്കറിൽ ഒത്തിരി ക്രിസ്ത്യൻ വിഭാഗങ്ങളുണ്ട്. കത്തോലിക്കർ മാത്രമല്ല, പ്രൊട്ടസ്റ്റൻ്റുകാരും ഉണ്ട്. പല പ്രൊട്ടസ്റ്റൻ്റ് പള്ളികളും ശക്തമാണ് തന്നെ. പക്ഷെ ഞാൻ നമ്മുടെ പള്ളിയിൽ എപ്പോഴും നമ്മുടെ ആൾക്കാരോട് പറയാവുന്നൊരു കാര്യം, മറ്റു പള്ളികളിൽ നിന്ന് എന്താണ് നമ്മളെ വേർതിരിക്കുന്നത്? നമ്മളെ വേർതിരിക്കുന്നത് ഒരേ ഒരു കാര്യമാണ്, അത് ഈശോയുടെ കുർബാനയിലുള്ള സാന്നിധ്യമാണ്. അത് ഞാൻ ഉറച്ച് വിശ്വസിക്കുന്നു. നമ്മൾക്ക് കുർബാനയിൽ കർത്താവിൻ്റെ സാന്നിധ്യം ഇല്ലെങ്കിൽ നമ്മൾ മറ്റു വിഭാഗങ്ങളെ പോലെ തന്നെ ആകുമായിരുന്നു. ഏതാനും വർഷങ്ങൾക്ക് മുൻപ് യൂക്കറിസ്റ്റിക് മിറക്കിളിനെ കുറിച്ച് ഒരു പുസ്തകം ഞാൻ വായിക്കാനിടയായി. എനിക്കത് വായിച്ചപ്പോൾ ഞാൻ പഴയ ചെറുപ്പകാലത്ത് അമ്മ പറഞ്ഞൊക്കെ പല കഥകൾ കേട്ടിട്ടുണ്ടെങ്കിലും കുറച്ചും കൂടി സയൻറ്റിഫിക്കായിട്ട് അതിനെക്കുറിച്ച് അറിയാനിടയിൽ വന്നു. ലാൻസിയാന എന്ന സ്ഥലത്തും മറ്റു പല സ്ഥലങ്ങളിലും ഉണ്ടായ കുർബാനയുടെ അത്ഭുതങ്ങളെക്കുറിച്ച്. എൻ്റെ വിശ്വാസം കുർബാനയുടെ അത്ഭുതങ്ങളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ലെങ്കിലും എനിക്ക് തോന്നി മറ്റുള്ളവരും അത് അറിയണം. അത് അറിയുമ്പോൾ അവരുടെ വിശ്വാസം കൂടുതൽ ശക്തിപ്പെടാനും ആഴപ്പെടാനായിട്ട് അതിന് ഇടവരും. അപ്പോൾ ഞാൻ തന്നെ പലപ്പോഴും പല മലഗാസിയിൽ ആ കഥകളെല്ലാം മാറ്റി ജനങ്ങളെ വായിച്ച് കേൾപ്പിക്കാറുണ്ട്, മറ്റുള്ളവർക്ക് വിതരണം ചെയ്യാറുണ്ട്. ഈശോയുടെ സാന്നിധ്യം തന്നെയാണ് നമ്മളെല്ലാവരും കൂട്ടിപ്പിടിപ്പിക്കുന്നത്. നമുക്കറിയാം, നമ്മുടെ സഭ ഒറ്റ ശരീരമാകണമെങ്കിൽ ഈശോയുടെ ശരീരം നമ്മളെല്ലാവരും സ്വീകരിക്കേണ്ടവരാണ്. പല കാരണങ്ങളാലും നമുക്ക് തടസ്സമുണ്ടെങ്കിലും നമ്മളെല്ലാവരും കർത്താവിൽ ഒന്നാകാൻ വേണ്ടിയാണ് കർത്താവ് തൻ്റെ ശരീരം നമുക്കായി മുറിച്ച് നൽകിയത്. കുർബാന ചെല്ലുമ്പോൾ എനിക്ക് ഒരു ചിന്ത വരാറുള്ള ഇതാണ്, ഇതാ എൻ്റെ ശരീരം നിങ്ങൾ വാങ്ങി ഭക്ഷിപ്പിക്കുവൻ എന്ന് ഞങ്ങൾ പുരോഹിതർ പറയുമ്പോൾ എനിക്ക് തോന്നുന്നു ഞങ്ങളുടെ ശരീരം കൂടി കർത്താവിൻ്റെ ശരീരത്തോടു കൂടി മുറിക്കപ്പെടുന്നുണ്ടെന്നുള്ളത്. ആ മുറിക്കപ്പെട്ട് മറ്റുള്ളവർക്ക് നൽകിയാൽ മാത്രമേ കർത്താവിൻ്റെ ആ വചനം ഞങ്ങൾക്ക് പൂർണ്ണമായിട്ട് മറ്റുള്ളവരോട് പറയാനും സാധിക്കുകയുള്ളൂ എന്നുള്ളത്. അതിനെ ഈശോ എനിക്ക് തോന്നുന്നത് ഞങ്ങളെ അനുഗ്രഹിക്കുന്നുണ്ട്. ഓരോ പ്രാവശ്യം കുർബാനയ്ക്ക് കയറുമ്പോൾ എനിക്ക് തോന്നാറുണ്ട് യാതൊരുവിധ യോഗ്യതയും എനിക്ക് കുർബാന അർപ്പിക്കാനില്ല, ഈശോയുടെ ശരീരം കൈകൊണ്ട് സ്പർശിക്കുവാനോ ഉൾക്കൊള്ളുവാനോ. ഒരു സാധാരണ ആത്മാവിൻ്റെ ഒരേ യോഗ്യത തന്നെയാണ് ഞങ്ങൾക്ക് പുരോഹിതർക്കും. വിശുദ്ധ ഫ്രാൻസിസ് അസീസി പലപ്പോഴും നമ്മൾ കഥ കേട്ടിട്ടില്ലേ, അദ്ദേഹത്തിന് കുർബാനയിൽ ബലിയർപ്പിക്കാനുള്ള ഒരു മടിയേക്കാളും കൂടുതലായിട്ട് യോഗ്യമല്ല എന്നൊരു തോന്നലുണ്ടായിരുന്നു. എനിക്കും തോന്നുന്നു അസീസി പുണ്യാളിൽ അങ്ങനെ തോന്നിയെങ്കിൽ ഞങ്ങൾ സാധാരണക്കാരെ എങ്ങനെ തോന്നണം. അപ്പോൾ ഞാൻ കർത്താവിനോട് എന്നും പ്രാർത്ഥിക്കും, കർത്താവെ ഞങ്ങൾക്ക് പല പോരായ്മകളെന്ന് ഞങ്ങൾ സമ്മതിക്കുന്നു, ഞങ്ങൾ അറിയുന്നു. അപ്പോൾ കർത്താവിൻ്റെ കരുണ ഞങ്ങൾക്ക് വേണം. ഈ കർത്താവിൻ്റെ ശരീരം കൈകൊണ്ട് തൊടുവാനും കർത്താവിൻ്റെ തിരുരക്തം ഉൾക്കൊള്ളുവാനും.
ഞാനും ഇന്ന് അങ്ങനെ പ്രാർത്ഥിച്ച് തന്നെയാണ് കർത്താവിൻ്റെ ഓരോ കുർബാനയ്ക്കും ഞാൻ അൾത്താരയിൽ കയറുന്നത്. ഞങ്ങൾ മഡഗാസ്കറിൽ ഇപ്പോൾ ഏകദേശം 10 CMI മലയാളി അച്ഛന്മാർ പല രൂപതകളിലായി പല പള്ളികളിലായിട്ട് ജോലി ചെയ്യുന്നുണ്ട്. നമുക്കറിയാമല്ലോ മഡഗാസ്കറിലെ ഓരോ പള്ളിക്കും പല ഔട്ട് സ്റ്റേഷനും ഉണ്ട്, 20-30 ഔട്ട് സ്റ്റേഷനുണ്ട് ഞങ്ങൾക്ക്. അപ്പോൾ ഓരോ പള്ളിയും പല രീതിയിലാണ്. കല്ലുകൊണ്ടുള്ള പള്ളിയുണ്ട്, മണ്ണുകൊണ്ടുള്ള പള്ളികളുണ്ട്. ഇവിടെയൊക്കെ പോകാനായിട്ട് ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് നിങ്ങളുടെ പ്രാർത്ഥന വേണം. പ്രാർത്ഥന വലിയൊരു ശക്തിയായിട്ട് ഞങ്ങൾക്ക് എപ്പോഴും അനുഭവപ്പെടുന്നുണ്ട്. കാരണം മറ്റുള്ളവർ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങളുടെ തന്നെ പ്രാർത്ഥനയെ കൂടുതൽ ശക്തിപ്പെടുത്താനും അതോടൊപ്പം തന്നെ മറ്റുള്ളവരിലേക്ക് ഞങ്ങളിലൂടെയും അല്ലെങ്കിൽ നമ്മളിലൂടെയും ആ നന്മ, പ്രാർത്ഥനയുടെ നന്മ മറ്റുള്ളവർക്ക് നൽകുവാനുമായിട്ട് എത്തിപ്പെടുത്തുവാനുമായിട്ട്. അപ്പോൾ ഞങ്ങൾക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. ഞങ്ങളും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. മഡഗാസ്കറിനും അതുപോലെ തന്നെ മറ്റ് ആഫ്രിക്കൻ മിഷനുകളും ലോകത്തിലെ എല്ലാ മിഷനുകളും നമുക്ക് കർത്താവിൻ്റെ തിരുമുൻപിൽ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോ നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഈശോ നമ്മളെ കർത്താവിൻ്റെ അപ്പസ്തോലന്മാരെ പോലെ തൻ്റെ തിരുഹൃദയത്തിൽ ചേർത്ത് പിടിക്കട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. കരുണതൻ കയർ പിടിച്ച് നയിച്ചിടും സ്നേഹമേ, കരുണതൻ കയർ പിടിച്ച് നയിച്ചിടും സ്നേഹമേ, ദിവ്യകാരുണ്യ സ്നേഹമേ, പരിശുദ്ധ സ്നേഹമേ, ദിവ്യകാരുണ്യ സ്നേഹമേ, പരിശുദ്ധ സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ,